doing a very different ആയിട്ടുള്ള movie. It's called പത്തൊമ്പതാം നൂറ്റാണ്ട്. People remember me from driving license also, but നീന പോലെ impact കിട്ടണം. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, സോ അവർ മംഗ്ലീഷിൽ ഇരിക്കാം. ഫേവറേറ്റ് ആക്ടർ ആരാണ് എങ്ങനെ പറയണം? I don't get time to sleep na, that is why I am sleepy എപ്പോഴും. So many ചെറിയ girls, ladies ellam used to send me pictures. I cut my hair like you, I want to ride a bike like you. So I was like, it's amazing. Mirchi hashtag with RJ Varsha. ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മിർച്ചി ഹാഷ്ടാഗ് വിത്ത് മീ RJ വർഷ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദീപ്തി സതിയാണ്. ദീപ്തി, വെൽക്കം ടു മിർച്ചി. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ സുഖമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുൻപേ മിസ് കേരള ആയ സമയത്ത് പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് മിസ് കേരള എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മലപ്പുറം കൂടിയാണ്, കുറച്ച് അകത്തോട്ടൊരു സ്ഥലത്താണ്, എറണാകുളം ഒന്നും അല്ല. സോ ബേസിക്കലി ഒരു അത്ഭുതമായിരുന്നു മിസ് കേരള എന്നൊക്കെ കാണുമ്പോൾ. ഇന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം നേരിട്ടിരുന്ന് നമ്മൾ സംസാരിക്കാൻ പോവാണ്. ഇന്ന് കുറെ പടങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പം ഒരു പടത്തിന് വിശേഷമായിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ദീപ്തിനെ പറയൂ, ഏതൊക്കെ പടങ്ങളാണ് ഇനി ഇറങ്ങാൻ പോണത്, ഏതൊക്കെ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. സോ ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഞാൻ മഞ്ജു ചേച്ചി ബിജു മേനന്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട് ഓൾറെഡി, കോൾ ലളിതം സുന്ദരം. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഓൾസോ നമ്മൾ റിലീസ് ചെയ്തു. സോ എല്ലാം റെഡിയാണ്. ഐ തിങ്ക് വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ തിയേറ്റേഴ്സ് എല്ലാം ഓപ്പൺ ആയി. സോ ഐ തിങ്ക് ദേ ആർ മേക്കിംഗ് എ ഡിസിഷൻ whether they want to do OTT അല്ലെങ്കിൽ theaters. So I'm very excited for that. അതിൻ്റെ ശേഷം I'm doing ഒരു very different ആയിട്ടുള്ള movie. It's called പത്തൊമ്പതാം നൂറ്റാണ്ട്. ഭയങ്കര ക്യൂട്ടാട്ടോ മലയാളം പറയണൊക്കെ. ഞാൻ ഒരുപാട് ശ്രമിക്കുകയാണ്. ബട്ട് യെസ്, 19th century basically, directed by Vinayan sir. So അതിൽ എൻ്റെ ക്യാരക്ടർ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഹിസ്റ്ററി സബ്ജക്ട്. കേരള ഹിസ്റ്ററിൻ്റെ ബേസ്ഡ് ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇൻ ദാറ്റ് മൂവി. ആൻഡ് ഓഫ് കോഴ്സ് വിനയൻ സർ ഇസ് ഡയറക്ടിങ് ആഫ്റ്റർ കുറച്ച് ഗ്യാപ്പിന്റെ ശേഷം. സോ അത് ഷൂട്ട് ഞാൻ ഇപ്പൊ തന്നെ, ലൈക്ക് ജസ്റ്റ് ഇൻ പാലക്കാട് വി ഫിനിഷ്ഡ് ഇറ്റ് അറൌണ്ട് 1 week 10 days back. സോ അത് കഴിഞ്ഞു. പിന്നെ ഐ എം ഡൂയിങ് വൺ, I don't know if I should say this or no, or if I'm allowed to. പക്ഷേ പൃഥ്വിരാജ് and നയൻതാരൻ്റെ ഒരു മൂവി ഉണ്ട്, ഗോൾഡ്, which is being directed by Alphonse sir. I'm doing something really special in that movie. ഞാൻ ഒരുപാട് പറയാനില്ല, because I wanted to be like a nice surprise. But I'm ഒരുപാട് എക്സൈറ്റഡ് about that. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള I'm still shooting. ഞാനൊരു വേറെ പടം ചെയ്യാറുണ്ട്. It's a thriller subject. Again, കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് ത്രില്ലർ ആണ്. ഇഫ് ഐ സേ എവറിത്തിങ് ദെൻ എല്ലാം സർപ്രൈസ് പോവും. സോ ദാറ്റ്സ് കോൾഡ് IN, and that's being directed by Rajesh Nair, who's done Salt Mango Tree, Trishur Puram, Uganda and all of that. So അതിൻ്റെ ഇപ്പോൾ ഷൂട്ട് നടക്കുകയാണ് ട്രിവാൻഡ്രത്തിൽ. അതാണ്. ഇനി എനിക്കൊരു ഗെയിം ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദിയിലെ കുറച്ച് ഡയലോഗുകൾ പറയാം. SRKയുടെ ഡയലോഗുകളാണ് ഇഷ്ടം. ആരാണ് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ? അങ്ങനെ ആരെങ്കിലും? ഒരുപാടുണ്ട്. സി യു നോ, എല്ലാവരും എനിക്ക് ഇൻസ്റ്റഗ്രാമില് പിന്നെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫേവറേറ്റ് ആക്ടർ ആരാണ് എങ്ങനെ പറയണം? നമ്മുടെ ഇന്ത്യയിലെ എത്ര സച്ച് ടാലന്റഡ് ആക്ടേഴ്സ് അതെ. മലയാളത്തിൽ there are minimum 10 male actors, 10 female actors who are so good. Now എങ്ങനെ ചൂസ് ചെയ്യും? So I don't have favorite. I have FOMO. I like all. Okay. അപ്പൊ ഞാനിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ളത് SRK, നമ്മുടെ ഷാറൂഖ് ഖാന്റെ കുറച്ച് ഡയലോഗുകളാണ്. ഹിന്ദിയിൽ ഞാനത് പറയും, അത് മലയാളത്തിൽ പറയണം. അയ്യോ, ഓപ്പോസിറ്റ് പറയാം ഞാൻ. പറ്റില്ല. ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി മര്യാദക്ക് പറയാൻ അറിയില്ല. അപ്പൊ പിന്നെ എന്താണെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്ത് പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഫ്രണ്ട്സ് ചെയ്യുമ്പോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം കേട്ടോ. അപ്പൊ ദീവാന എന്ന് പറഞ്ഞ പടത്തിലൊരു ഡയലോഗാണ്, जानते हैं आप पर समझते नहीं कि ये सिर्फ इत्तेफाक है कि आप मेरे पिता है और मैं आपका बेटा. അയ്യോ, ഇതെങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും? എനിക്ക് പറഞ്ഞു തരണം, അതാണ്. അങ്ങനെ. അയ്യോ, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു. പക്ഷെ ട്രൈ. നിങ്ങൾക്ക് അറിയില്ല, ഇതൊരു ഇത്തഫാക്ക് ഇസ് കോയിൻസിഡൻസ്. കോയിൻസിഡൻസ് മലയാളത്തിൽ എങ്ങനെ പറയണം?
അവിചാരിതമായിട്ട് നടന്നൊരു സംഭവമാണ്, കോയിൻസിഡൻസ്. കിടക്കട്ടെ, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ല ഇതൊരു കോയിൻസിഡൻസ് ആണ് ഇല്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ മകനാണ്. ഞാൻ നിന്റെ അച്ഛനുമാണ്. നിങ്ങൾ എന്റെ അച്ഛനാണ്. ഓക്കെ, അങ്ങനെ. ഇനി വെൽ ഡൺ. ഇനി അടുത്തത് ബാസിഗർ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗാണ്. കബി കബി ജീത്നെ കെ ലിയെ കുച്ച് ഹർനാ പड़ता है और हार के जीतने वाले को बाजीगर कहते हैं. अब സൈലബ് ആയേഗാ മാഡം ചോപ്ര. സൈലബ്. അയ്യോ, സെലബ് ആണല്ലേ? സെലാബ് ഇസ് ആസിഡ്. ആസിഡ്. ഓക്കെ, ഞാൻ സൈലബ് എന്നൊക്കെയാണ് പറഞ്ഞത്. സെലാബ്. ഓക്കെ, സെലാബ്. ഓക്കെ. ഉഫ്, ബാസിഗർ എങ്ങനെ പറയണം മലയാളത്തിൽ? ബാസിഗർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? बाजीगर मीन्स नो, बाजी इज लाइक कैसे बोलूं मैं हिंदी में, इंग्लिश में बोलो. So the person who wins a race is called bazi jeetna. Bazi, so the one who wins it is called bazigar. So he is like हार के जीतने वाले को भी बाजीगर कहते हैं. Like even though I lost, I won. Okay, മലയാളത്തിൽ പറയൂ. ഞാൻ തോറ്റാലും. हाँ, चलपम नो स्टार्टिंग में कभी कभी जीतने के लिए कुछ हारना पड़ता है. ओके, सही. ओके, चलपम വിജയിക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളും തോറ്റുപോയി. കുറച്ച് കാര്യങ്ങൾ നമുക്ക് തോട്ടും, പക്ഷേ തോൽക്കുമ്പോൾ വിൻ ചെയ്യണം. അതാണ് ബാസിഗർ. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ എന്റെ വിവരക്കേട് കൂടി പുറത്തേക്ക് വരും. ഇനി അടുത്തത് കുച്ച് കുച്ച് ഹോത്താ ഹേലെ ഒരു ഡയലോഗാണ്. ഹം ഏക് ബാർ ജീത്തെ ഹെ एक बार मरते हैं, शादी भी एक बार होती है, प्यार भी एक बार होता है, कुछ कुछ होता है अंजलि तुम नहीं समझ दोगी. ഇനി അത് മലയാളത്തിൽ പറഞ്ഞോളൂ. What's the starting sentence? Actually, हम एक बार जीते. हाँ, okay. നമ്മൾ ഒരു തവണ ജയിക്കും. നമുക്ക് ഒരു തവണ മരിക്കും. നമ്മൾ ഒരു തവണ കല്യാണം കഴിക്കും. ഒരു തവണ പ്രണയിക്കും. കുച്ച് കുച്ച് ഹോത്താ ഹെ അഞ്ജലി. ഈ കുറച്ച് കുച്ച് ഹോത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇംഗ്ലീഷിൽ പറയാം, ലൈക്ക് സംതിങ് ഹാപ്പൻസ്, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അങ്ങനെ. അതാണ് അപ്പൊ ഇതിനർത്ഥം. എന്തൊക്കെയോ ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി അടുത്ത ചക്ദേ ഇന്ത്യ ആണ് കേട്ടോ. ചക്ദേ ഇന്ത്യയിലെ മുझे स्टेज के नाम न सुने देते हैं न दिखाई देते हैं. स्टेज के नाम सुनाई नहीं देता, दिखाई नहीं देता. सुनाई नाണല്ലേ ഇത്? सुनाई. ओके, सिर्फ एक मुल्क का नाम सुनाई देता है इंडिया. ഇന്ത്യ. അതെന്താണ്? സോ എനിക്ക് മലയാളത്തിൽ സ്റ്റേറ്റ്സ് അങ്ങനെ പറയണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനങ്ങൾ. അത് വേണ്ട. നോ. എനിക്ക് സംസ്ഥാനങ്ങൾ മനസ്സിലാണില്ല, എനിക്ക് ലാംഗ്വേജ് മനസ്സിലാണില്ല, എനിക്ക് റിലിജൻ മനസ്സിലാണില്ല, എനിക്ക് ഒരു കാര്യം മനസ്സിലാവണം. That is now the country India. Okay. ഒരു 6 കൊല്ലം മുന്നത്തെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ദീപ്തി കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നീനയുടെ സമയത്ത് ബൈക്ക് ഓടിക്കുക ചോദിച്ചപ്പോ ബൈക്ക് ഓടിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ ബുള്ളറ്റ് ഓടിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയപ്പോ പെട്ടെന്ന് വീണ കാര്യമൊക്കെ. സോ ബേസിക്കലി കോൺഫിഡൻസിനെ ഇപ്പൊ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? See, honestly, this is like എൻ്റെ ഒരു സീക്രട്ട്. ബട്ട് ഞാൻ ഉള്ളിൽ ഒരുപാട് nervous ആയിട്ടുള്ള ആളാണ്. But somehow I don't know why, it is because of my friend circle അല്ലെങ്കിൽ my mom and dad, or I don't know reason, കാരണം എനിക്കറിയില്ല. But I always try to put on like a strong face, you know. Even inside I'm like not sure, but not pakka എനിക്ക് ചെയ്യാൻ പറ്റുമില്ല, I don't know, but I'm like I fake it. Not literally fake it. But I tell myself, no, do it. Okay. So എനിക്ക് ഓർമ്മയുണ്ട് ബൈക്കിന്റെ കാരണം it's okay because I love bikes. My father's a rider. Yeah, I know. So I learned bike when I was like what
13 years old, like ആ സമയത്ത്. So but bike still I was like okay, but I still remember എൻ്റെ ലുക്ക് ടെസ്റ്റിൻ്റെ ശേഷം, ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ്, നീന ലുക്ക് ടെസ്റ്റിൻ്റെ ശേഷം ലാൽ സർ asked me ഒരു question after ലുക്ക് ടെസ്റ്റ് എല്ലാം, ki you know how to smoke? I was like yeah. Actually I didn't know, but I didn't want sir to feel like ഇത് അറിയില്ല, കാരണം ഈ ആ ക്യാരക്ടർ ഫസ്റ്റ് തിങ് he told me she is a chain smoker. Okay. So you have to have a body language അല്ലേ, and അതെന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ബിഫോർ ദാറ്റ് I had not even seen a camera in my life. മനസ്സിലായോ? And plus it was in a different language. ആ സമയത്ത് I didn't even know how to say what is your name. വെള്ളം, അങ്ങനെ nothing I knew. I just knew Malayalam, Kerala. My mom is from Kerala, പക്ഷേ okay, അത്രേ ഉള്ളൂ. I didn't know anything. So I said yes, but actually he's like okay, take a cigarette and smoke and show on camera. Look test ആയിരുന്നു ആ സമയത്ത്. I don't know, I was so nervous, but I was like I have to do this. I did it. പക്ഷേ Lal sir is very smart. He's so എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണല്ലേ, and he noticed that I was faking it, but the fact that my confidence was there, he's like I liked your confidence. Okay. So it helped me like that ആ സമയത്ത്. So അങ്ങനെ അതൊരു ട്രിക്കാണ് ഞങ്ങളുടെ. ഇപ്പം ഒരുപാട് റീൽസിൽ കാണുന്ന ഒരാളാണ് കേട്ടോ, അതും എല്ലാവരുടെയും പ്രിയപ്പെട്ട നീരവ്ജിയുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് ചില്ല് ചെയ്ത് നടക്കുകയാണ്. ഇത്രയും സിനിമകളുടെ ഇടയ്ക്ക് എങ്ങനെയാണ് അതിനൊരു സമയം കിട്ടുന്നത്? ഓണസ്റ്റ്ലി ഞാനൊരു സത്യമായിട്ടൊരു പറയാം, ഞാൻ എൻ്റെ I didn't have an idea that I will do ഇത്ര reels and all. ഞാൻ actually trained dancer ആണ്. My base is classical. Okay. I have done 17, ഇപ്പൊ almost 18 years of 10 years of Bharatnatyam, and then I have continued with Kathak. Yeah, nobody knows this. കാരണം Neena only. Everybody thinks I'm only Neena thing നമ്മൾ മറ്റേ chill dance മാത്രമേ ഉള്ളൂ. So unfortunately ഞാൻ എന്താ പറയാ, ഒരു type cast ആയി, So even though I am a classically trained dancer, ആർക്കും അറിയില്ല. പക്ഷേ I met Nirav long time back ഒരു പ്രാവശ്യം, and I told him that I am a dancer and all of that. So he's like yeah, if there's anything I'll call you. any choreography ആണ്. അല്ല okay. പിന്നെ ലോക്ക്ഡൗൺ ആയി. പിന്നെ ലോക്ക്ഡൗൺ I was sitting വെറുതെ, പണിയൊന്നുമില്ല. So ആ സമയത്ത് Nirav called me and said that ഇപ്പൊ reels is doing really well, you want to do 2-3 videos ഡാൻസിന്റെ. I was like ചെയ്യാം, no work ആണല്ലോ, okay fine, let's do. So we met and we did like 2 videos, and that video almost reached like millions. And then I was like ചെയ്യണം. അപ്പൊ ഇനി എന്നാ ഒരു ഭരതനാട്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുക? See, ഞാൻ ഒരു ഐഡിയ ഇല്ലാത്ത I started with Nirav style is different. Okay. ചിലപ്പം ആ കൊറിയോഗ്രാഫറിന്റെ സ്റ്റൈൽ നമ്മൾ പിടിക്കും, because he wants to show his choreography through you. So Nirav ആണെങ്കിൽ, മെൽവിൻ ആണെങ്കിൽ, it's almost their style. I want to start doing something on Kathak, Bharatnatyam, which I have in mind. So I will release. Plus ഒരു സർപ്രൈസ് ഉണ്ട്, കാരണം 19ാം നൂറ്റാണ്ട്, in that I am playing ഒരു തമ്പുരാട്ടി കുട്ടി, classical dancer for the kingdom. So there is something special in that. അപ്പൊ നീ മലയാളിയുടെ മനസ്സൊക്കെ കീഴടക്കാൻ വേണ്ടി പുതിയൊരാള് വരുന്നുണ്ട്. നീന എന്നുള്ള ഒരു സംഭവം നമ്മൾ മാറ്റാൻ പോവാണ്. കുറച്ച് വെറൈറ്റി വേണമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടത് ഒരു നടി ആയതുകൊണ്ട് മാൻഡേറ്ററി ആണോ, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂട്ടണം, നമുക്ക് റീച്ച് ഉണ്ടാവണം എന്നുള്ളത്? Honestly, എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ഞാൻ എപ്പോഴും I've seen a lot of my colleagues, friends, not even models, actors, normal also, always checking follower rate എങ്ങനെയാ, insights എങ്ങനെയാണ്. But ഞാൻ അങ്ങനെയല്ല. I am not like that. I don't care. I will do, if I'm happy, I'll do it. If I'm not happy, I'm not doing it. പക്ഷേ ഇപ്പൊ I have noticed that Instagram is a way. One thing I noticed ചെയ്തു, because I started putting out my dance, people understood. ആ reach എനിക്ക് കിട്ടി. Not only in Kerala, so I'm getting more offers to perform. അങ്ങനത്തെ. So I think it's a good tool if you use it correctly. So നമുക്ക് our thin line we have to understand. ഇപ്പം മിസ് കേരളയാണ് ഈ ഒരു സിനിമയിലോട്ടുള്ള എൻട്രി കൊണ്ടുതന്നതല്ലേ? അപ്പം ബേസിക്കലി ഒരു ബ്യൂട്ടി പേജന്റ് ഒക്കെ നമുക്ക് സിനിമയിലോട്ടുള്ള ഒരു ഡോർ സ്റ്റെപ്പ് ആയിട്ടാണോ കാണുന്നത്? Honestly, I have done about 4 to 5 beauty pageants. Yeah. മിസ് കേരളന്റെ ഫസ്റ്റ് പാജന്റ് ആയിരുന്നു. ദാറ്റ് ഓൾസോ ബൈ ചാൻസ്. അവരുടെ എല്ലാ ഓഡിഷൻസ് ആ ഇയറിന്റെ ഫിനിഷ് ആയിരുന്നു.
I went last minute and I got a seat in the top 21. അതിൻ്റെ ശേഷമായിട്ട് നേവി ക്വീൻ മുംബൈ ഐ വൺ ദ സെക്കൻഡ് റണ്ണർ അപ്പ്. ഞാൻ മെയിൻ വിന്നർ ഇല്ലായിരുന്നു ആ സമയത്ത്, ബട്ട് ഐ വൺ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ് വൺ ഫ്രഷ് ഫേസ് ഹണ്ട് ഇൻ കോളേജ് അങ്ങനെ. സോ ഐ ഹവ് ഡൺ ലോട്ട് ഓഫ് പാജൻസ് ആൻഡ് ദെൻ ലാസ്റ്റ് പാജന്റ് ആണ് മിസ് ഇന്ത്യ ആയിരുന്നു in 2015 where I participated and I came till top 5. I didn't win, but I won the Miss Talented. I did Kathak that time. Okay. So over there everybody knows in the dancing background. But yeah, I have done many beauty pageants. കുടിക്കില്ല വലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ഈ മുംബൈ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാവില്ലേ, പാർട്ടി ഉണ്ടായിരിക്കും, ഇവർ അത്യാവശ്യം ചില്ലായിരിക്കും. ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓൾവേസ് എല്ലാവർക്കും അങ്ങനെ തോന്നും. സോ സോറി, ഞാൻ കുറച്ച് ഹിന്ദിയിൽ പറയാം ബിക്കോസ് ഇറ്റ്സ് ബെറ്റർ ടു സേ ലൈക്ക് ദാറ്റ്. എന്താ പറയാ, യു നോ യു വിൽ ഗെറ്റ് ദ. സോ പീപ്പിൾ ആർ ലൈക്ക്, ഓ ദീപ്തി ബോംബെ, ബോംബെയിൽ എത്ര ചില്ലിങ് ആണ്, എത്ര പാർട്ടിയാണ്. ഐ ആം ലൈക്ക് ലിസൺ. And they're like, oh, you know, there must be a lot of drinking and smoking. How do you not smoke and drink? Okay. I'm like, मतलब हर nook and corner में, हर रास्ते पे बैठ के smoke और chill तो नहीं करते ना बॉम्बे में. बॉम्बे में है, but it's like घर पे also you have a life ना. And I stay with my mom and dad and I'm the only kid. My father is very protective. He is not going to let me go and chill and party and all. I have fought so much. ഞാൻ എത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ട് to get little freedom. ഇപ്പൊ because I'm acting, I'm doing കുറച്ച് work and all, he is okay, but still. And that's what I'm saying. Like see, in Kerala, night life ഉണ്ട്, പക്ഷെ it's a very kind of night life. Bombay is of course open till 3-4 o'clock and all, but it's not an everyday thing. It's normal അവിടെ. Normal, I go to college, I go to school, I'm doing my work, my mom and dad are there. So, and ആ സമയത്ത് നീനാക്കാട്ട് ട്രെൻഡിങ് ആയിരുന്നു മുടി. Yeah, like so many ചെറിയ girls, ladies, ellam used to send me pictures. I cut my hair like you, I want to ride a bike like you. So I was like, it's amazing. ഇനി എന്നാണ് അതുപോലൊരു ടൈറ്റിൽ റോളിൽ വരാൻ പോണത്? I really wish ഈ 2-3 whichever movies release, it does well. So that, you know, people start remembering me from there also. Okay. People remember me from driving license also. But Neena pole impact കിട്ടട്ടെ. പൊതുവെ സിനിമയിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക വീട്ടിലെ ആൾക്കാരും പറയാ വേണ്ട, നല്ലൊരു ഓപ്ഷൻ അല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും സിനിമയെ പറ്റി അങ്ങനെ ഒരു തോട്ടില്ല? ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് കുടുംബം പോലെയാണ് സെറ്റ്, എല്ലാരും അങ്ങനെ പറഞ്ഞത്. പക്ഷെ പുറത്ത് എന്തായിരിക്കും ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം സിനിമയെ പറ്റിയിട്ട് ചിലപ്പോ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഓണസ്റ്റ്ലി സി, എല്ലാ ടീമുകൾ whether it is cinema or without cinema, like normal office or you working here, it depends on the people alle. So if the people are good, then your work life and everything is good. If the people are bad, you will have a bad time. So njan angane parayanilla that there are not bad people. There are. They'll give you a very hard time, but we have to be strong and suck it up and do, because you ഒരു ഗോൾ ഉണ്ടല്ലേ, നമുക്ക് അവിടെ എത്തണം. ഇപ്പം വിനയൻ സാറ് പണ്ടത്തെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ അതിനുശേഷം കുറച്ചൊരു ബ്രേക്ക് ആയി. സോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയൊരു സ്കെയിൽ പടം അഭിനയിക്കുമ്പോൾ ഒരു ചാലഞ്ച് എന്തായിരുന്നു? സി, ആ മൂവിയില് എനിക്ക് ഈ ചാലഞ്ച് ഉണ്ടായിരുന്നു, ദാറ്റ് ഐ ഹാവ് ടു ബിഹേവ് ലൈക്ക് എ ഗേൾ ഇൻ 1885. അതായിരുന്നു നമ്മുടെ സെറ്റിൽ ഓൾസോ. വെൻ വി യൂസ്ഡ് ടു സിറ്റ് ബിറ്റ്വീൻ ഷോട്ട്സ്, എപ്പോഴും വിനയൻ സർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ദാറ്റ് ഈ സീനിൻ്റെ ഇമോഷൻ ഇങ്ങനെയാണ്, കാരണം ദിസ് വാസ് ദെയർ ആ പണ്ട് സമയത്ത്. സോ ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് യുനോ ടീച്ചിങ്സ് ഒരുപാട് ഉണ്ടായിരുന്നു ആ മൂവിയിൽ. എസ്പെഷ്യലി സംസാരിക്കുന്ന രീതി, വാക്ക് ചെയ്യുന്ന രീതി. ഈവൻ ഇഫ് യു ഹാവ് ടു സേ ഹായ്, നമ്മൾ ഹായ് അങ്ങനെ ആ സമയത്ത് പറയാറില്ല. സോ ചില കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ക്വൈറ്റ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പോഴും സ്ലീപ്പി എന്നുള്ള പേരുണ്ടോ? Obviously, I love sleeping. അപ്പൊ അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യമായിട്ട് കാണുന്നത്. എനിക്ക് honestly see, you know, ഇതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. I don't get time to sleep na. That is why I am sleepy എപ്പോഴും. പക്ഷെ എനിക്ക് ടൈം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് ഓർക്കും.
ഇപ്പം അതിഥി രവിയും ദീപ്തിയും ഏകദേശം കാണാൻ സിമിലർ ആണെന്ന് പലരും പറയുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് കാണാൻ ഐ ഡോണ്ട് സീ സിമിലാരിറ്റി. ഡു യു സീ സിമിലാരിറ്റി? ഐ ഡോണ്ട് നോ. എന്റെ അടുത്ത് ഒരാള് പറഞ്ഞതാണ് ഒരുപാട്. എനിക്ക് അതിഥിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അതായത് ഇനിയും ഡാൻസ് ഒക്കെ ചെയ്യണം. അപ്പൊ അതിഥി ഞാൻ ഡാൻസ് ചെയ്യാറില്ലല്ലോ. ഇല്ല 2-3 പ്രാവശ്യം ഞാൻ മോളിലുണ്ടായിരുന്നു. സോ Aditi-ആണല്ലോ. I'm like, no. And Aditi, when she met me, she was like, 2-3 people were like, Neena. So I don't know. എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എല്ലാവരും പറയും കുറച്ച് സിമിലാരിറ്റി. ആക്ച്വലി അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ ഉള്ളൊരു ഇതാണോ വരാറ്? Aditi is good looking അല്ലേ? So എനിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ അങ്ങനെ it should not be like confusion. Sometimes as an actor നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ യുണീക്നെസ് വേണം അല്ലേ? ബട്ട് ഇറ്റ്സ് കൂൾ. പക്ഷെ അതിഥിക്കും എനിക്കും മനസ്സിലാകുന്നില്ല എന്താണ് സിമിലാരിറ്റി എന്നുള്ള കാര്യം. നാട്ടുകാർക്കാണ് കൂടുതൽ. മേ ബി വി ഷുഡ് ഡു എ മൂവി ആസ് സിസ്റ്റേഴ്സ്. ഓക്കെ അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലാവും. അതെ അതെ. ഇപ്പം ഇതൊരു പീരിയഡ് സിനിമയാണ്, 19ാം നൂറ്റാണ്ട്. സോ ബേസിക്കലി അങ്ങനത്തെ ഒരു പടമാകുമ്പോൾ നമ്മള് പ്രേക്ഷകർ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ലുക്കിന്റെ കാര്യത്തിൽ. അന്ന് നിങ്ങൾ യൂസ് ചെയ്ത ഡ്രസ്സും അല്ലാണ്ട് സംസാരം, ലാംഗ്വേജ് ഒക്കെ. സോ ബേസിക്കലി അത് എങ്ങനെയാണ് വലിയൊരു ഇതില്ലാണ്ട് കൊണ്ടുപോയത്? ഞാൻ ആക്ച്വലി ഒരുപാട് ഗൂഗിൾ ചെയ്തു. ഓക്കെ. ഒരുപാട് ഐ എം വൺ ഗൂഗിൾ ക്വീൻ ഓൺലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്യാം. സോ ഐ ഗൂഗിൾഡ്, റെഡ് കുറച്ച് ഇമേജസ്, റെഫറൻസസ്. പിന്നെ വിനയൻ സർ ഇസ് വെരി പക്ക. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റഷീദ് ഇക്ക ഉണ്ടായിരുന്നു. റഷീദ് ഇക്ക ഇസ് ദ വൺ ഹു വൺ സ്റ്റേറ്റ് അവാർഡ് കേരള ലോങ് ടൈം ബാക്ക്. സോ അവർ ഒരുപാട് സ്പെസിഫിക് ഉണ്ടായിരുന്നു. ലൈക്ക് ചിലപ്പം നമ്മൾ ആക്ടേഴ്സ് വേ ലൈക്ക് ഓക്കെ ചേട്ടാ നമുക്ക് കുറച്ച് ഇത് ചെയ്യാം. നോ 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 നത്തിങ്. നോ മേക്കപ്പ് മീൻസ് നോ മേക്കപ്പ്. സിമ്പിൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഐ ലവ് ദാറ്റ് ബിക്കോസ് ദെൻ യു ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു ദാറ്റ് ക്യാരക്ടർ അല്ലേ? നമുക്ക് ഹെയർ, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഈ 3 ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലുക്ക്. ഇഫ് ഐ ഗിവ് യു എ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം യു ക്യാൻ ലുക്ക് ഡിഫറെൻറ്റ്. പിന്നെ നമ്മുടെ ആക്ടിങ്, ബോഡി ലാംഗ്വേജ് എല്ലാം ദാറ്റ് വി ഹാവ് ടു ഡു ആസ് ആക്ടേഴ്സ്. ഇപ്പം ഭാഷ നീനിൽ അഭിനയിക്കുന്ന സമയത്ത് മലയാളം നന്നായിട്ട് അറിയുമായിരുന്നു? നോ, ഇല്ല. എങ്ങനെയാണ് നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്? നമുക്ക് അറിഞ്ഞിട്ട് തന്നെ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാ അറിയാണ്ട് അഭിനയിക്കുക? ഓണസ്റ്റ്ലി ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഐ വാസ് ടേക്കിംഗ് എ ഫ്ലൈറ്റ് ആൻഡ് കമ്മിങ് ടു ഡു മൈ ഫസ്റ്റ് ഷെഡ്യൂൾ. മൈ മോം ആ സമയത്ത് ദേ സെൻഡ് മീ PDF മലയാളം ഇംഗ്ലീഷിൽ. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. സോ അവർ മംഗ്ലീഷിൽ ഇരിക്കാം and they'll send me PDF. So I was just sitting and reading and everything and I was asking amma idanda. Then she was getting tension. Amma got tension like, yo, how are you going to do you don't know anything? Aa samayatha she started teaching me, how are you, what is your name, I want water, angane bellam vedam, all that and all. So she's like, you'll be able to do. I was like, Arey, I'll do. I was confident that time also. Actually my attitude I'm damn chill like that, I feel. ഇപ്പൊ മുംബൈയിലും കൂടെ ആയതുകൊണ്ട് ബോളിവുഡ് സ്വപ്നങ്ങളുണ്ടോ? ഹിന്ദിയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ? എനിക്ക് എല്ലാ സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള സ്വപ്നങ്ങൾ? എന്തൊക്കെയാണ്? Actually first ഞാൻ അങ്ങനെ ആയിരുന്നു. I'll be honest because I was small. That എനിക്ക് അങ്ങനെ ഹോളിവുഡ് വേണം, then you know കരൺ ജോഹർ അങ്ങനെ വേണം all that. പക്ഷെ ഇപ്പോൾ when I've acted ഇത്ര വർഷം, it's been 5 years, I feel like it doesn't matter language. Language matterേ ഇല്ല. It has to be that character, your director, so he can guide you correctly. Adana actually most important. You will be recognized as an actor and I want to be recognized as an actor, not like star also, but like someone who can act well. I don't want people to be like, she looks okay പക്ഷെ acting. So അങ്ങനെ എനിക്ക് വേണ്ട. So I feel like ഇപ്പൊ my goals കുറച്ച് ഡിഫറെൻ്റ് ആയി. സെയിം ആണ് ബട്ട് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. I don't care ബോളിവുഡ് ആണ്, ഹിന്ദി ആണ്, മലയാളം ആണ്, I don't care. I want good characters so that I can do different ആയിട്ടുള്ള അങ്ങനെ and prove myself as an actor. ആൻഡ് ഇനി നമ്മുടെ മിർച്ചി മലയാളം പ്രേക്ഷകരെടുത്ത് അവസാനമായിട്ട് വരുന്ന പടങ്ങളെ പറ്റിയൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാം. ഹായ് ഗൈസ്, ഇപ്പോൾ എൻ്റെ പുതിയ മൂവി റിലീസ് ആവുകയാണ്.
ലളിതം സുന്ദരം, പിന്നെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ഇൻ, ആൻഡ് ഹോപ്പ്ഫുള്ളി ഞാൻ കുറേ സിനിമകൾ ചെയ്യും. പ്ലീസ് നിങ്ങൾ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം ആൻഡ് തിയേറ്ററിൽ പോയിട്ട് ഡെഫിനറ്റ്ലി സിനിമ കാണണം. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഗൈസ് വിൽ റിയലി ലവ്. നമ്മൾ എല്ലാവരും സിനിമ ആൻഡ് തിയേറ്റേഴ്സ് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, we should make use of it. So please do go and watch my movies. Okay, thank you so much. Thank you. നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് സംസാരിക്കുമ്പോൾ നല്ലൊരു വൈബുള്ളൊരു very natural ആയിട്ട്. അതെ അതെ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. താങ്ക് യു സോ മച്ച്. Thank you so much. ഇനി നമ്മള് ഒരുപാട് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വരണം, സംസാരിക്കണം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. എല്ലാം കിടിലാവട്ടെ. Yes. ടാറ്റാ, ബൈ ബൈ.